കൊടുത്തത്. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? നമസ്കാരം. നമ്മുടെ മുഖ്യൻ്റെ ഈ പാൽ പുഞ്ചിരി കണ്ടോ? അത് കണ്ടാൽ വൃശ്ചിക കാർത്തികയ്ക്ക് 1000 വിളക്ക് തെളിഞ്ഞ ശോഭയായിരുന്നില്ലേ? മുഖ്യമന്ത്രി ചിരിച്ചത് എന്തിനാണെന്നറിയാമോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭത്തെപ്പറ്റിയും അവിഹിതത്തെപ്പറ്റിയും പത്രക്കാർ ചോദിച്ചതിനാണ്. ഈ ചിരി ഇങ്ങനെ മുഖ്യമന്ത്രി ഒന്ന് ചിരിച്ചു കണ്ടിട്ട് എത്ര കാലമായി? കഴിഞ്ഞ ലോക ചിരി ദിനത്തിൽ ഹ ഹ ഹ എന്ന് ചിരിച്ചിട്ട് പോയതാണ്. മുഖ്യമന്ത്രി പറഞ്ഞ ഈ സ്ത്രീ ലംബടന്മാർ ഇടതുപക്ഷത്തെ ലംബടന്മാരല്ല, കോൺഗ്രസിലെ ലംബടന്മാരാണ്. CPMലെ സ്ത്രീ ലംബടന്മാർ കാണിക്കുന്നതൊക്കെ പ്രണയാതുരമായ മനസ്സുകളുടെ ശൃംഗാര ചേഷ്ടകൾ മാത്രമാണ്. സിദ്ധാന്തം ആവശ്യമുള്ളപ്പോൾ മാത്രം അവർ പുറത്തെടുക്കും. എന്നാൽ കോൺഗ്രസിലെ സ്ത്രീ ലംബടന്മാരെ നോക്കൂ, എന്തൊരു ക്രൂരമായിട്ടാണ് ഇരകളെ അവർ ആക്രമിക്കുന്നത്. മച്ചിൻ്റെ മുകളിൽ നിന്നും ഒളിഞ്ഞു നോക്കാൻ ലജ്ജയില്ലേ എന്ന് വൃശ്ചിക പൂനിലാവിനോട് കവി ചോദിച്ച പോലെ വേണമെങ്കിൽ CPMലെ ലംബടന്മാരോട് ചോദിക്കാം. അത്രയേ ഉള്ളൂ. അതിന് കേസെടുക്കാനോ പരാതി ഫോർവേഡ് ചെയ്യാനോ അകത്താക്കാനോ ഒരു വകുപ്പുമില്ല. പണ്ടത്തെ ലോലനെ പോലെ പച്ച പൂവാലന്മാർ എന്ന് മാത്രമേ അവരെ വിളിക്കാൻ കഴിയൂ. പൂവാലന്മാരുടെ ഒരു ബലഹീനത എന്ന് പറഞ്ഞാൽ പിന്നാലെ മണപ്പിച്ച് നടക്കുക മാത്രമേ ഉള്ളൂ. ഗർഭമുണ്ടാക്കാനോ തട്ടിക്കളയാനോ ഒന്നും അവർക്ക് കഴിയില്ല. മാനവികതയും മാർക്സിസവും ശൃംഗാരവും ചേരുന്ന ഒരു കൊളാഷ് മാത്രമാണ് ഓരോ കമ്മ്യൂണിസ്റ്റ് ലംബടനും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF കേരളം തൂത്തുവാരുന്നതിന് ചിരിയാണ് മുഖ്യമന്ത്രി ഇന്ന് ചിരിച്ചത്. എന്തായാലും മൂക്കിൻ്റെ തുമ്പിൽ മൈക്ക് മുട്ടിയിട്ടും എത്ര ശാന്തനായിട്ടാണ് മുഖ്യൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. 4 വാഴപ്പാട് അകലെ നിന്ന് മാത്രമേ അല്ലാത്ത ദിവസങ്ങളിൽ ദർശനം ലഭിക്കുകയുള്ളൂ. ഇന്ന് അധികം അകമ്പടി വാഹനങ്ങളൊന്നുമില്ല. അല്ല, ഇത്ര അടുത്ത് കിട്ടിയിട്ടും മാപ്രകൾ പിണറായി വിജയനെ എന്തെങ്കിലും തരത്തിൽ നോവിച്ചോ? അങ്ങേക്ക് ഇഷ്ടമുള്ള എത്ര മയപ്പെട്ട ചോദ്യങ്ങളാണ് അവർ ചോദിച്ചത്. തെരഞ്ഞെടുപ്പിൽ LDFന് നല്ല പ്രതീക്ഷയാണ് അല്ലേ? പിന്നല്ലേ, LDFനെ സ്വീകരിക്കാൻ ജനങ്ങളിങ്ങനെ കച്ചകെട്ടി തയ്യാറായി നിൽക്കുകയാണ്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? ഉത്തരം, ശബരിമല യേശുകയില്ല. ഈ സർക്കാർ ആയിരുന്നില്ലെങ്കിൽ ഇത്ര കൃത്യതയോടെ എങ്ങനെയാണ് നടപടി ഉണ്ടാവുക? ഇത് കേട്ടിട്ട് ഒരുത്തരും ചോദിച്ചില്ല, അല്ല സാറേ, ഇടതുപക്ഷത്തിൻ്റെ കാലത്തല്ലേ ഇത്രയും വലിയ കൊള്ള നടന്നതെന്ന്. എന്തിനേറെ, ശബരിമല വിഷയം എന്നേ അവർ ചോദിക്കുന്നുള്ളൂ. സ്വർണ്ണക്കൊള്ള എന്നുപോലും മിണ്ടുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി മുഖ്യന് കിട്ടിയപ്പോൾ തന്നെ അയാളെ സെക്ഷൽ പെർവർട്ടാക്കുന്നു, ലൈംഗിക മനോരോഗിയാക്കുന്നു, ഭ്രാന്തനാക്കുന്നു, കാസനോവയാക്കുന്നു. കൊള്ള എന്നൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യൻ്റെ അരികിൽ നിന്നും ചോദിച്ചാൽ ചെവിക്കുറ്റിക്ക് അടിച്ചാലോ എന്നാണ് മാപ്രകളുടെ ഭയം. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെപ്പറ്റി ചോദിച്ചതും അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. പിന്നീടുള്ളത് രാഹുൽ വിഷയമാണ്. അവിടെ കയറി മുഖ്യനങ്ങ് മേഞ്ഞു. രണ്ടാമത്തെ പരാതി KPCC അല്ലേ പോലീസിന് കൊടുത്തത്? കോൺഗ്രസിലെ കാര്യം എന്തു പറയാനാണ്? പരസ്യമായി പറയുന്നത് ശരിയല്ല. പക്ഷേ കോൺഗ്രസിലെ സ്ത്രീ ലംബടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? ഓരോ യുവതികളും ഭയപ്പെടുകയാണ്. ഇതിലും വലിയ പരാതികൾ വന്നേക്കാം എന്നും പിണറായി പറഞ്ഞു. അപ്പോൾ തീർച്ചയായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിലീസ് ചെയ്യുന്നതിനുള്ള ലാബ് വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. യഥാർത്ഥ ലൈംഗിക കുറ്റവാളികളെയാണ് KPCC ന്യായീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ പറ്റി എന്തോ ഒരു ചോദ്യം ചോദിക്കാൻ ഒരു മാപ്ര വാ തുറന്നപ്പോൾ ഇതായിരുന്നു മറുപടി. മതിയായി. ഒരു ഉരുള കൂടി കൂടുതൽ തിന്നണമെന്ന് തോന്നുമ്പോൾ ഊണ് നിർത്തണമെന്ന് പറയും പോലെ ഒരു ചോദ്യമെങ്കിലും ബാക്കി നിർത്തി 5 മിനിറ്റ് കൊണ്ട് അപ്രത്യക്ഷനാകണം, എങ്കിൽ മാത്രമേ വില കിട്ടൂ. അല്ലാതെ തോളിൽ കയറി കക്ഷത്തിലൂടെ തലയിട്ട് വായിക്കകത്തേക്ക് മൈക്ക് നീട്ടുന്നതിന് കോൺഗ്രസ് നേതാക്കന്മാരെ പോലെ നിന്നുകൊടുക്കുന്ന പരിപാടിയില്ല. പിണറായി വിജയൻ ഈ പറയുന്ന ലൈംഗിക ക്രൂരതയുടെ നടുക്കമൊന്നും തെളിവുകൾ പരിശോധിച്ച ബഹുമാനപ്പെട്ട കോടതികൾക്ക് മനസ്സിലാകുന്നില്ല. 21-ാം വയസ്സിൽ ഈ ലൈംഗിക വൈകൃതക്കാരൻ്റെ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി ദേഹമാകെ മുറിഞ്ഞു ചോരയൊലിപ്പിച്ച് വീടിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട ഒരു പെൺകുട്ടി. ഭീഷണിപ്പെടുത്തി വീണ്ടും അവളെ ബലാത്സംഗത്തിന് ക്ഷണിക്കുന്നു. ഒരു പരാതിയുമില്ലാതെ വീണ്ടും അവൾ പോകുന്നു. അന്നു രാഹുൽ MLA അല്ല, വെറും ഒരു യൂത്ത് നേതാവ്, ഒരു കീച്ചിരാണ്ടി ചെറുക്കൻ. ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പോലും തോന്നിയില്ല ഈ കടുത്ത റേപ്പിസ്റ്റിനെതിരെ കേസ് കൊടുക്കണമെന്നും സ്വന്തം മകളുടെ മാനത്തിന് വില പറഞ്ഞവനെ അകത്തിടണമെന്നും. സ്വന്തം പെൺമക്കളുടെ ദേഹത്ത് മറ്റൊരുത്തൻ തൊട്ടാൽ പോലും എത്രമാത്രം വിഷമിക്കുന്നവരും ക്ഷോഭിക്കുന്നവരുമായിരിക്കും മാതാപിതാക്കൾ. പക്ഷേ ഇവനെ അങ്ങ് പേടിയാണ്. സകല ഇരകളും ഭയക്കാൻ തക്ക ഒരു ഭീകര രൂപിയായി ഇയാൾ എങ്ങനെ മാറി? ഈ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങുമ്പോൾ പോലും
സമൂഹത്തെ ഉദ്ധരിക്കാനും സ്ത്രീകളെ ശാക്തീകരിക്കാനും ഇറങ്ങിയ ഈ അതിജീവിതകൾക്കും പരാതിക്കാർക്കും യാതൊരു പരാതിയുമില്ല, മുന്നറിയിപ്പുമില്ല. അയാൾ ജയിച്ച് MLA ആകുന്നതും നാളെ മന്ത്രിയാകുന്നതുമൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. ഒരു കാര്യവുമില്ലാതെ വീട്ടിൽ കിടന്നുറങ്ങിയ ഈ മാങ്കുട്ടനെ ഉറക്കത്തിൽ പൊക്കിയെടുത്ത് അകത്താക്കിയ കേരള പോലീസാണിത് എന്നോർക്കണം. മുഖ്യൻ്റെ പൊട്ടിച്ചിരിയെ പരിഹസിച്ചും തായ്ക്കണ്ടി കുടുംബത്തെ മൂടോടെ വിമർശിച്ചും പിണറായി വിജയനെ എടോ വിജയ എന്ന് നീട്ടി വിളിച്ചും ഈ സർക്കാരിൻ്റെ നെറുകേടുകളെ ചോദ്യം ചെയ്തും പിണറായി സർക്കാരിന് നിരന്തരം തലവേദനയായ ഒരുത്തനായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടം. ഇങ്ങനെയുള്ള ഒരുത്തനെതിരെ ഒരു ഊമക്കത്ത് അയക്കാൻ കഴിയാതെ പോയല്ലോ ഈ ബഹുമാനപ്പെട്ട ഇരയ്ക്ക്. അന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ തന്നെ മതിയായിരുന്നു ഇവൻ്റെ കഥ തീരാൻ. വർഷം 2 കഴിഞ്ഞ് ഒരു കള്ളപ്പരാതിയിൽ കേസെടുത്തു. അയാളെ ഹീനമായ വാക്കുകൾ ഉപയോഗിച്ച് സകലരും നാണം കെടുത്തുന്നു. സാധാരണ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന ഒരാൾ മറ്റൊരാളെ മനോരോഗി എന്നൊക്കെ വിളിക്കുന്ന തരത്തിലേക്ക് ഈ മാധ്യമ പ്രവർത്തനം വളർന്നിരിക്കുന്നു. എല്ലാ പദവികളും തെറിപ്പിച്ച് പാർട്ടി തന്നെ പുറത്താക്കിയപ്പോഴാണ് ആ പരാതിക്കാരി ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അവിടെയും പേരോ വിലാസമോ ഒന്നുമില്ല, ബ്ലൂ ബട്ടർഫ്ലൈ എന്ന ID മാത്രം. പേരിലൊരു നീലയുണ്ടെന്ന് മാത്രമല്ല, പരാതി KPCC പ്രസിഡന്റ് നൽകിയത് എന്തിൻ്റെ ലക്ഷണമാണെന്നും കോടതിക്ക് മനസ്സിലായി. ഇതൊക്കെയാണ് ഇങ്ങനൊരു ഉത്തരവ് വരാൻ കാരണം. പാർട്ടിയിൽ നിന്നും അയാളെ പുറത്താക്കണമെന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അല്ലാതെ പരാതി തരാനോ കേസ് കൊടുക്കാനോ മൊഴി കൊടുക്കാനോ ഇര തയ്യാറാകുന്നില്ല. ഓരോ മനുഷ്യൻ്റെയും വീടിൻ്റെ 10-15 കിലോമീറ്റർ അകലത്തിലെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. അതിനടുത്ത് തന്നെ കോടതികളും കാണും. പരാതി എഴുതിക്കാനാണെങ്കിൽ ഒരു 100,000 പേർ വക്കീലന്മാരുണ്ട്. അങ്ങനെ ഒന്ന് എഴുതി പോലീസിൽ കൊടുത്താൽ അതിലൊരു സത്യസന്ധതയുണ്ട്. പിണറായി വിജയൻ്റെ പൊന്നോമന ശ്രീലമ്പടനായ PT മുഹമ്മദിനെതിരെ ഒരു പരാതിക്കാരി നോക്കൂ എത്ര അന്തസ്സായി ആ ദിവസം തന്നെ നേരിട്ട് പോയി പരാതി കൊടുത്തു. പക്ഷേ പോലീസ് അത് കക്ഷത്തിൽ വെച്ച് നടന്നു എന്നത് വേറൊരു കാര്യം. ഇവിടെ ഇതാ ലഭ്യമായ ഇമെയിൽ പ്രകാരം 2ാമത്തെ ബലാത്സംഗത്തിന് കേസെടുക്കുന്നു. ഇരയുടെ മൊഴിയെടുത്താണ് സാധാരണ FIR ഇടുക. ഇവിടെ ഇരയുടെ മൊഴി അവരുടെ പരാതി മാത്രമാണ്. AKG സെൻറ്ററിൽ നിന്നും സന്നദ്ധെടുത്തല്ല ജഡ്ജിമാർ ആ കസേരയിലിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത ഉണ്ടാക്കിയതും അച്ചടിക്കുന്നതും ചിന്താ പബ്ലിക്കേഷൻസിൽ നിന്നും ദേശാഭിമാനിൽ നിന്നും പേപ്പർ കടം വാങ്ങിയുമല്ല. പോലീസിനെ സമീപിക്കാതെ KPCC പ്രസിഡന്റിന് പരാതി കൊടുത്ത ഇര ശരിക്കും ആരാണ്? ഗർഭവും അവിഹിതവും ഊമക്കത്തുമാണ് ഇപ്പോൾ CPMൻ്റെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ. ഇതെല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാം. ഒരു ഇന്ത്യൻ പൗരൻ ഇതാ ഒരു ഊമക്കത്തെഴുതി ദിലീപിൻ്റെ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ വരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ്. ജുഡീഷ്യറിക്കെതിരെയുള്ള ഈ ഇന്ത്യൻ പൗരൻ്റെ ഊമക്കത്ത് രജിസ്ട്രാർക്കല്ല അഡ്വക്കേറ്റ് അസോസിയേഷനാണ് അയച്ചിരിക്കുന്നത്. അവിടെയും ഒരു കലക്കലുണ്ടാക്കാം. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിടുമെന്നും 6 പേരെ മാത്രമേ ശിക്ഷിക്കുകയുള്ളൂ എന്നുമാണ് ഒറ്റ പേജുള്ള ആ ഊമക്കത്തിൽ പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ ചില ഇടപാടുകൾ നടന്നെന്നും കത്തിൽ പറയുന്നു. ഹൈക്കോടതിയിലെ 3 ജഡ്ജിമാരുടെ പേരും ഈ തന്തയില്ലാത്ത കത്തിലുണ്ട്. അവിടെയാണ് മറ്റൊരു സംശയം ബലപ്പെടുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി SIT രൂപീകരിച്ച് കള്ളന്മാരെ അകത്താക്കിയ ജഡ്ജിമാരുടെ പേരാണ് ജുഡീഷ്യറിക്കെതിരെയുള്ള ഈ ഇന്ത്യൻ പൗരൻ്റെ ഊമക്കത്തിൽ പരാമർശിക്കുന്നത് എന്നും അറിയുന്നു. നോക്കണേ, ഒരു വെടിക്ക് എത്ര പക്ഷികളെയാണ് ഈ ഇന്ത്യൻ പൗരൻ ഊമക്കത്തെഴുതി വെട്ടിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു വേർഷനാണ് KPCCക്ക് കിട്ടിയ ഇമെയിലും. അതിൽ ബട്ടർഫ്ലൈ ആണ്, അതും ബ്ലൂ ബട്ടർഫ്ലൈ. ദിലീപിൻ്റെ കേസിലും രാഹുലിൻ്റെ കേസിലും അവർക്ക് അനുകൂലമായി വരുന്ന ജുഡീഷ്യറിയുടെ നിലപാടുകൾ കമ്മികൾക്ക് ഒട്ടും ദഹിക്കുന്നതല്ല. ജനത്തിനു മുമ്പിൽ ഈ ഉഡായിപ്പുകൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെ ചിലതൊക്കെ പറഞ്ഞ് ജുഡീഷ്യറിയെ നാറ്റിക്കണം. കോടതിയിലിരിക്കുന്നതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു പരത്തി ജുഡീഷ്യറിയുടെ സത്യസന്ധത പൊളിച്ചാൽ മാത്രമേ ഇവരുടെ വേലത്തരങ്ങൾ ഇനി നടക്കുകയുള്ളൂ. നോക്കൂ, ഈ വർഷം തന്നെ എത്ര കനത്ത ആഘാതമാണ് ജുഡീഷ്യറി ഈ പാർട്ടിക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. ബോംബെറിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ചെന്നവന്മാരെ 20 വർഷം കഠിന തടവിനാണ് കോടതി ശിക്ഷിച്ചത്. സദാനന്ദൻ MPയുടെ കാല് വെട്ടി ഞെളിഞ്ഞു നടന്നവന്മാരെ സുപ്രീം കോടതിയുടെ ഉത്തരവോടെ പിടിച്ച് അകത്താക്കി. കോടതി നേരിട്ട് അന്വേഷണ സംഘം രൂപീകരിച്ച് ശബരിമലയിൽ ധർമ്മശാസ്താവിൻ്റെ സ്വർണം കട്ടവന്മാരെ മുഴുവൻ അകത്താക്കി. ഇതൊക്കെ പിണറായി സർക്കാരിന് ചില്ലറ ഹൃദയാഘാതങ്ങളല്ല ഉണ്ടാക്കിയത്. ഇരട്ടക്കൂമ്പനായതുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. ഈ നിലപാടിങ്ങനെ ജുഡീഷ്യറി ഇനിയും തുടർന്നാൽ ഇവർ ജനങ്ങൾക്ക് മുമ്പിൽ നിന്നു വിയർക്കും. കൗപീനമില്ലാതെ ഓടേണ്ടി വരും. ഈ അശ്ലീലങ്ങൾക്കെല്ലാം അനുഗ്രഹം നൽകി ഏറ്റവും മുകളിൽ വാഴുന്ന മുഖ്യൻ്റെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.
കോൺഗ്രസിലുള്ളതെല്ലാം ശ്രീലമ്പടന്മാരാണെന്ന് പറയുന്ന മുഖ്യൻ്റെ മാനസികാവസ്ഥ എത്ര ഭയങ്കരമാണ്. മഴക്കോട്ട് മൂന്നാർ മെഴുക്, മുല കുടിക്കാൻ കൊതിക്കുന്ന കുട്ടി മ്യാവു അപ്പൂപ്പൻ എന്നിങ്ങനെ മകാരത്തിൽ തുടങ്ങുന്ന പല വാക്കുകളും പറഞ്ഞാൽ മൃഗശാലയിലെ കാണ്ടാമൃഗങ്ങൾക്ക് വരെ അറിയാം അവരെല്ലാം ഇടത് ലംബടന്മാരായ മനോരോഗികളാണെന്ന്. അവിടെയാണ് മുഖ്യൻ കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചയായി മാറുന്നത്. ഈ പിണറായി പൂച്ചയെ കാണുമ്പോൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ ഓർമ്മ വരും. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. മുഖ്യമന്ത്രി രാവിലെ പ്രത്യക്ഷപ്പെട്ടത് വരം തരാനായിരിക്കുമെന്ന് കരുതി ഓടിച്ചെന്നു മാപ്രകൾ. ഓടിക്കൂടിയ ഒരൊറ്റ മാപ്രയ്ക്കും മുഖ്യൻ്റെ നാവടപ്പിക്കാൻ പറ്റിയ ഒരൊറ്റ ചോദ്യവും ചോദിക്കാനില്ല. അദ്ദേഹത്തിന് സുഖിക്കുന്ന ചില ചോദ്യങ്ങൾ മാത്രം ചോദിച്ചു. സുഖം കൂടുന്നു എന്ന് കണ്ടപ്പോൾ മതി മതി എന്ന് പറഞ്ഞ് അന്തർധാനം ചെയ്തു. ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം. ഇടത് ബുദ്ധിജീവിയായ ഒരു ബലാത്സംഗ വീരനെതിരെ പരാതി കിട്ടിയിട്ട് രണ്ടായി മടക്കി കക്ഷത്തിൽ വെച്ച പിണറായിയാണ് മറ്റുള്ള സ്ത്രീ ലംബടന്മാരെ പറ്റി പറയുന്നത്. നോക്കൂ, ഇവിടെ കോടതി വിധിയാണ് നമ്മൾ അന്തിമമായി കണക്കാക്കപ്പെടുന്നത്. ഭാഗ്യലക്ഷ്മി പറയുന്നത് ദിലീപ് നിഷ്കളങ്കനാണെന്ന് ഞാൻ ധരിക്കണമെങ്കിൽ സുപ്രീം കോടതി അയാളെ വെറുതെ വിടണമെന്നാണ്. ഈ നിലപാട് രാഹുലിൻ്റെ കാര്യത്തിലും എന്തുകൊണ്ട് നമുക്ക് സ്വീകരിച്ചുകൂടാ? ഏതെങ്കിലും കോടതി അയാൾ കുറ്റക്കാരനാണെന്നും ബലാത്സംഗ വീരനാണെന്നും വിധിക്കുന്ന ആ നിമിഷം നിർത്തും അയാൾക്കുള്ള സകല പിന്തുണയും.